أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا وجعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإذا ذكرت ربك في القرآن وحده ولوا على أدبارهم نفورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 891 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 45-46 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا وجعلنا على قلوبهم أكنة أن يفقهوا وفي آذانهم وقرا وإذا ذكرت ربك في القرآن وحده ولوا على أدبارهم نفورا. صدق الله العلي العظيم. ഈ ഖുർആൻ പഠന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ സൂറത്തുൽ ഇസ്രാഇന്റെ പഠനമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 44 ആയത്തുകൾ വരെയുള്ള ഭാഗം നമ്മൾ വിശദമായിട്ട് പഠിക്കുകയുണ്ടായി. 45-46 ആയത്തുകളാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തുടർന്ന് പഠന വിധേയമാക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇസ്രാ അഥവാ സൂറത്തു ബനി ഇസ്രാഈൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒരു ഘട്ടത്തില് മനുഷ്യരാശിയുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഹിജ്റയോടടുത്ത ഒരുപക്ഷെ അതിന് ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു ഘട്ടത്തില് ആണ് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത്. ആ ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും അനുഭവങ്ങൾ നൽകുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വലിയ വ്യക്തിപരമായ നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ദുരിതം പേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് അദ്ദേഹത്തെ വളരെയേറെ ആശ്വസിപ്പിക്കുന്ന സാന്ത്വനിപ്പിക്കുന്ന വിധത്തിലാണ് ആ അനുഭവങ്ങൾ വ്യക്തിപരമായി അദ്ദേഹത്തിന് നൽകപ്പെട്ടത് എങ്കിലും ഇസ്ലാമിക സമൂഹം ഒരു സമൂഹ സൃഷ്ടിയുടെ പ്രക്രിയയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തില് ഹിജ്റയെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ആവിഷ്കരണം നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ അതിന് ആവശ്യമായ അതിന് ഏറ്റവുമേറെ ഉപകരിക്കുന്ന ചില അടിസ്ഥാന തത്വങ്ങളും വളരെ പ്രാധാന്യമുള്ള അടിസ്ഥാന അധ്യാപനങ്ങളുമാണ് ഈ പിന്നിട്ട ആയത്തുകളിൽ നമ്മൾ ഇതിനകം കാണുകയുണ്ടായത്. ഇസ്രാഇനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചുമുള്ള സൂചനകൾ സൂറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചതിനെ തുടർന്ന് ബനൂ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവര് ചരിത്രത്തില് എത്ര വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്നു എന്നത് കാണിക്കുന്ന ചില സൂചനകൾ നമ്മൾ വായിക്കുകയുണ്ടായി. വളരെ സുപ്രധാനമായ ഒരു ദൗത്യം ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ചുമലിൽ അള്ളാഹു പ്രവാചകന്മാർ മുഖേന വെച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഭൂമിയിൽ ഏറ്റവും ഏറെ, നാട്ടിൽ ഏറ്റവും ഏറെ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്നവരായിട്ട്, ഏറ്റവും വലിയ ഫസാദ് ഉണ്ടാക്കുന്നവരായിട്ട് അവര് മാറുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ചരിത്രത്തിലെ ശ്രദ്ധേയമായ 2 ഘട്ടങ്ങളിലായി അള്ളാഹു അവർക്ക് അതിശക്തമായ പ്രഹരം ഏൽപ്പിക്കുന്നതും, അവസാനത്തെ ഘട്ടം ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് നബുക്കദ്നസറിന്റെ കാലത്താണ് എന്നാണ് പൊതുവെ ഖുർആൻ വ്യാഖ്യാതാക്കള് അതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ആ ഭൂപ്രദേശത്ത് നിന്ന് അവര് ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്തു. അവർക്ക് നേരത്തെ അവർ നിർവഹിച്ചു വന്നിരുന്ന പ്രവാചകന്മാരുടെ നിരന്തരമായ ഉണർത്തലിന്റെയും സാന്നിധ്യം കൊടുക്കലിന്റെയൊക്കെ ഫലമായിട്ട് അവര് നിർവഹിച്ചു വന്നിരുന്ന ലോക മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം കാണിക്കുക, ചെയ്യുക എന്ന കാര്യമൊക്കെ അവഗണിച്ചുകൊണ്ട് ദുഷ്ടന്മാരും ഫസാദ് ഉണ്ടാക്കുന്നവരായിട്ടും ഒക്കെ മാറിയ ആ ഘട്ടത്തിലാണ് അവര് പൂർണ്ണമായിട്ട് അവിടുന്ന് വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുകയുണ്ടായത് എന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിലേക്കുള്ള സൂചനയാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു നൽകിയുണ്ടായത്. അതിനെ തുടർന്നാണ് ഇസ്ലാമിക സമൂഹം മദീനയിലൊരു നാഷനായിട്ട് രൂപപ്പെട്ടു വരുമ്പോൾ അതിനേറ്റവും ഏറെ ഉപകരിക്കേണ്ട വിധത്തിലുള്ള ചില മൂല്യങ്ങളും ചില തത്വങ്ങളും ചില ആദർശങ്ങളും ഒക്കെ ഈ സൂറത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അറിയിക്കുന്നതും പങ്കുവെക്കുന്നതും നമ്മൾ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേര് വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനു വേണ്ട പ്രോനൗൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ഒക്കെയാണ് പറയുന്നതെങ്കിലും വിശുദ്ധ ഖുർആന്റെ മുഴുവൻ അഭിസംബോധിതരും കേൾക്കുവാനും വിശേഷിച്ച് മക്കയിലെ ആ ഘട്ടത്തിലെ ആളുകള് കൃത്യമായി മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയുമാണ് ഈ കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. എന്നിട്ട് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ഈ ഭാഗത്തുള്ള ആയത്തുകളിൽ പ്രപഞ്ചം തന്നെ, പ്രപഞ്ചത്തിലെ ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളതൊക്കെയും തന്നെ അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും ചെയ്യുന്നവരാണ്, നിങ്ങൾക്കത് അറിയാൻ കഴിയാതെ പോകുന്നതാണ് എന്ന് സൂചിപ്പിച്ചതിന് ശേഷം ഒരു വിഭാഗം അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവാന്മാരായിട്ട് നിലകൊള്ളുന്നു എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ. അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു മൂടി വീണിരിക്കുകയാണ്. അവരുടെ കാതുകൾക്ക് ബധിരത ബാധിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തില് അവരുടെ കാതുകളോ അവരുടെ ഹൃദയങ്ങളോ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതിന് കാരണം അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് അവര് ആഖിറത്തില് വിശ്വാസമില്ലാത്തവരായതാണ് എന്നാണ്. മനുഷ്യന്റെ സ്വാഭാവിക യുക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെടേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രപഞ്ചത്തിന് സ്രഷ്ടാവായ ഒരു നാഥനുണ്ട് എന്ന കാര്യം. അതുപോലെ തന്നെ ഈ ഭൂമുഖത്ത് അത്യസാധാരണമായ ബുദ്ധിയും കഴിവുകളും ഒക്കെ നൽകപ്പെട്ടുകൊണ്ട് പറഞ്ഞയക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന് അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി കാണിക്കേണ്ട ഒരു അവസരം തീർച്ചയായിട്ടും വന്നു ചേരും എന്നതും. അള്ളാഹുവിന്റെ അസ്തിത്വം ഒരു അനിവാര്യതയാണ് എന്നത് ഏതൊരാൾക്കും ബോധ്യപ്പെടാൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ധാരാളം മതി. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളല്ലാത്ത യാതൊന്നും അള്ളാഹു തന്റെ അസ്തിത്വത്തെ
ഈ മനുഷ്യരാശിക്ക് ബോധ്യപ്പെടുത്താൻ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതായിട്ട് കാണാൻ കഴിയില്ല. അവിടെ പരാമർശിക്കപ്പെട്ട എടുത്തു പറയുന്ന ആകാശങ്ങളും ഭൂമിയും പ്രപഞ്ചവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല പ്രതിഭാസങ്ങളും ഖുർആൻ അവ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും മനുഷ്യന് കാണാനും നിരീക്ഷിക്കാനും എന്നിട്ട് അതിലൂടെ തിരിച്ചറിവ് നേടാനും കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ, അള്ളാഹു എന്നൊരു അനിവാര്യതയെ വിശുദ്ധ ഖുർആൻ മനുഷ്യന് ബോധ്യപ്പെടുത്തി തരുന്നത്. മനുഷ്യന്റെ സ്വാഭാവികമായ യുക്തിബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടാവുന്ന അനിവാര്യമായും മനുഷ്യന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അവന്റെ ജീവിത ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശരി തെറ്റുകൾ വിലയിരുത്തപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തില് മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില വിധി തീർപ്പുകൾ ഉണ്ടാവേണ്ട ഒരു സന്ദർഭം ഉണ്ടാകുമെന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാരത്രിക ലോകം, ഒരു വിചാരണയുടെ സന്ദർഭം, ആ വിചാരണയെ തുടർന്നുള്ള രക്ഷാശിക്ഷകളുടേതായ ഒരു പരിണിതി, ഇത് അനിവാര്യമാണ് എന്നത് മനുഷ്യന് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ബോധ്യപ്പെടേണ്ടതാണ്. ഒന്ന്, പ്രപഞ്ച സൃഷ്ടാവിനെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഈ പ്രപഞ്ചത്തില് നമ്മുടെ ചുറ്റുപാടുമായി നമുക്ക് കാണാൻ കഴിയുന്ന സകല പ്രതിഭാസങ്ങളും, അതാണ് തൊട്ടു മുകളിലെ ആയത്തില് പരാമർശിച്ച ആകാശങ്ങളും സപ്തവാനങ്ങളും ഭൂമിയും അവയിലുള്ളതൊക്കെയും തന്നെയും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ സൂചന അതാണ്. രണ്ടാമത്തത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തിന് മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു വിശേഷ ബുദ്ധിയും വിവേചനാധികാരവും കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനൊക്കെയുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ നൽകപ്പെട്ടു എന്ന ചിന്തയിൽ നിന്ന് മനുഷ്യൻ സ്വാഭാവികമായിട്ടും എത്തിച്ചേരേണ്ട ഒരു കാര്യം, ഇതിന് കാര്യങ്ങള് തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ഒരു വിചാരണയുടെയും വിലയിരുത്തലിന്റെയും കാര്യങ്ങൾ ഗതിവിഗതികൾ നിർണയിക്കേണ്ടതിൻ്റെതുമായ ഒരു സന്ദർഭം, ഒരു അവസരം വന്നു ചേരാനിരിക്കുന്നു എന്ന യുക്തിപരമായ ബോധ്യപ്പെടലാണ്. ഈ ഒരു കാര്യം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ ഓരോരുത്തരും സ്വന്തം ബുദ്ധിയെയും കഴിവിനെയും കൂമ്പടഞ്ഞതാക്കി മാറ്റി എന്നതാണ് അവര് വിശുദ്ധ ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യം ഏറ്റുവാങ്ങിയവരായി മാറാൻ കാരണമായത് എന്നാണ് ഖുർആൻ ഇന്ന് നമ്മൾ വായിച്ച ഈ ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ആ ആയത്തുകളുടെ അർത്ഥതലങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോകാം. വൈദാ ഖറഅ്തൽ ഖുർആന, പ്രവാചകരെ താങ്കൾ ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ജഅൽനാ ബൈനക വ ബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി, താങ്കൾക്കും പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്കുമിടയിൽ നാം ഹിജാബം മസ്തൂറ, ഒരു അദൃശ്യമായ മറയിടുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങള് ഉൾക്കൊള്ളാനോ കാണാനോ മനസ്സിലാക്കാനോ കഴിയാത്ത വിധത്തില് അവരുടെ ഹൃദയങ്ങളിലേക്ക് വസ്തുതകള് ഇറങ്ങി ചെല്ലുന്നതിന് തടസ്സമാകുന്ന വിധത്തില് ഒരു മറ വീഴുകയാണ്. ഹിജാബാണത്, അതൊരു വലിയ തടസ്സമാണ്. അത് ഒരു സൈക്കോളജിക്കൽ ബാരിയർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അറബി ഭാഷയിൽ ഹിജാബ് എന്ന പദം ഉപയോഗിക്കുന്നത് ഫിസിക്കലായ ഒരു ബാരിയറിന് തന്നെയാണ്. ഒരു പർവ്വതം പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയൊരു തടസ്സം, ഒരു മതിൽക്കെട്ടൊക്കെ പോലെയുള്ള ഒരു ബാരിയറിനാണ് ഹിജാബ് എന്ന് പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഹിജാബ് മസ്തൂറായ ഹിജാബാണ്. തൊട്ടു നോക്കാനോ കാണാനോ കഴിയാത്ത ഒരു വലിയ തടസ്സമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ ഈ പാരത്രിക ജീവിതത്തിൽ വിശ്വാസം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരിക്കുന്ന ആളുകൾക്കുമിടയിൽ വന്നുപെടുന്നു. നമുക്കതിനെ ഒരു സൈക്കോളജിക്കൽ ബാരിയർ എന്ന നിലക്ക് കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായി ഒരു വലിയ തടസ്സം വന്നു ചേരുകയാണ്.
ഖുർആൻ എല്ലാവരുടെയും ഹൃദയങ്ങളുടെ താക്കോലാണ് എന്നതാണ് വസ്തുത. മനുഷ്യ ഹൃദയങ്ങളെ അതിന്റെ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ ചിന്തയുള്ളവരാക്കി മാറ്റുന്ന, മനുഷ്യ മനസ്സിന് തുറക്കുന്ന ഒരു കാര്യമാണ് ഖുർആന്റെ ആയാത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില ആളുകളുടെ കാര്യത്തിൽ അത് പ്രവർത്തനക്ഷമമാവുകയില്ല. കാരണം അവര് സ്വാഭാവികമായ യുക്തിയെ നിഷേധിച്ചവരും തള്ളിക്കളഞ്ഞവരുമാണ്. അവരെ സ്വാർത്ഥതയും അവരുടെ നിക്ഷിപ്തമായ താല്പര്യങ്ങളും ഒക്കെ തന്നെ അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യബുദ്ധിയുടെ സ്വാഭാവികമായ യുക്തി ഉൾക്കൊള്ളാനോ തിരിച്ചറിയാനോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളിലേക്ക് വരാനോ ഒന്നും സാധിക്കുന്നവരാവുകയില്ല അത്തരം ആളുകൾ. അവരൊരു സൈക്കോളജിക്കൽ ബാരിയർ നേരിടുന്നവരായിട്ട് മാറുന്നു. പ്രവാചകരെ താങ്കൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, നബി ഖുർആൻ പാരായണം ചെയ്യുന്നത് സമൂഹത്തെ കേൾപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ല. ആളുകളെ ഉറക്കെ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കല് തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ താങ്കള് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജഅൽനാ ബൈനക വ ബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പാരത്രിക ജീവിതത്തിൽ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത മനുഷ്യന് അവന്റെ കർമ്മകാര്യങ്ങളിൽ ഒരു അക്കൗണ്ടബിലിറ്റി വേണ്ടി വരുന്ന ഒരു സമയം വരാനിരിക്കുന്നു എന്ന സ്വാഭാവികമായ യുക്തിയെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാത്ത ആളുകളുടെ കാര്യത്തില് അവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടക്ക് നാം ഹിജാബം മസ്തൂറ, അദൃശ്യമായ ഒരു ബാരിയർ, ഒരു തടസ്സം അവർക്കിടയിൽ സൃഷ്ടിക്കുന്നു. ഇതാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ യുക്തി ഞാൻ പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഏത് കാര്യവും ചെയ്യുന്നത് വിശാലമായ അർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ്. കാരണം വമാ തശാഊന ഇല്ല അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊരു സംഗതി ഉദ്ദേശിക്കാൻ പോലും സാധ്യമല്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം. നിങ്ങളൊരു സംഗതി ഉദ്ദേശിക്കണമെങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ മശീഅത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കണം, എന്നാലേ അത് സാധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് പ്രവർത്തനം ആര് ചെയ്യുന്നുവെങ്കിലും അത് മറ്റൊരു തലത്തിൽ അള്ളാഹു ചെയ്യുന്നതായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതിന് ഓരോരുത്തരുടെയും പങ്കിനനുസരിച്ചുള്ള ഉത്തരവാദിത്വവും അതിന്റെ അനന്തരഫലങ്ങളും ഒക്കെ ഉണ്ടാകും എന്നത് വേറൊരു കാര്യമാണ്. അതും വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ട് അതിലൊരു വൈരുദ്ധ്യമുണ്ട് എന്നാരും സങ്കല്പിക്കേണ്ടതില്ല. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് വജഅൽന അലാ ഖുലൂബിഹിം അകിന്നതൻ, അവരുടെ ഹൃദയങ്ങൾക്ക് നാം ഒരു മൂടിയിട്ടിരിക്കുകയാണ്. അൻ യഫ്ഖഹൂഹു, അവർക്ക് ഈ ഖുർആൻ മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടി, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈ ഖുർആൻ ഇറങ്ങിച്ചെല്ലാതിരിക്കുന്നതിന് വേണ്ടി, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിട്ട് അവര് മാറാതിരിക്കുന്ന വിധത്തിൽ, അവർക്കത് മനസ്സിലാകാൻ കഴിയാത്ത വിധത്തില് അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു മൂടിയിട്ടിരിക്കുകയാണ്. ഇവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൂടിയിട്ടു, അള്ളാഹു മൂടിയിട്ടു എന്നൊക്കെ പറയുമ്പോ അത് അള്ളാഹു ഏകപക്ഷീയമായിട്ട് അവരുടെ ഹൃദയങ്ങൾക്ക് അടപ്പിട്ട് അതിനൊരു ആവരണമിട്ട് അതിലേക്ക് ആശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാർഗദർശനമോ ഒന്നും കടക്കാതിരിക്കുന്ന വിധത്തിൽ അടച്ചു പൂട്ടിയതിനു ശേഷം ഈ ആളുകളെ അതിന് അള്ളാഹു ഉത്തരവാദിയായിട്ട് കാണുകയാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാകാം. പക്ഷെ ഇതൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വിശുദ്ധ ഖുർആന്റെ ഒരു ശൈലിയാണ്. ഒരിക്കലും തന്നെ ഹൃദയങ്ങൾക്ക് അടപ്പ് ഇട്ടുകൊണ്ട് അതിലേക്കൊന്നും കയറാത്ത വിധത്തില് ഒരാളുടെ ഹൃദയം മാറുകയില്ല, അയാൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ലാത്ത വിധത്തിൽ. ഒരാളുടെ ഹൃദയം അടച്ചുപൂട്ടപ്പെട്ട പോലെ ആയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അയാളുടെ കർമ്മങ്ങളും
അയാളുടെ നിലപാടുകളും അയാൾ ഇതുവരെ അനുവർത്തിച്ചു വന്ന കാര്യങ്ങളുമൊക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ടാകും. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ മാത്രമേ അള്ളാഹു അഖിന്നത്ത് അവരുടെ ഹൃദയങ്ങൾക്ക് അടപ്പിടുകയുള്ളൂ എന്നതാണ് വസ്തുത. ഈ കാര്യം ഖുർആൻ പലയിടത്തായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വജഅൽനാ അലാ ഖുലൂബിഹിം അഖിന്നതൻ, അവരുടെ ഹൃദയങ്ങൾക്ക് നാം ഒരു മൂടിയിട്ട് കളയുന്നു, ഒരു ആവരണം ഇട്ട് കളയുന്നു. അൻ യഫ്ഖഹൂഹു, അവരത് മനസ്സിലാക്കാതെ പോകുന്നതിന് വേണ്ടി. ഈ ഖുർആൻ കേൾപ്പിക്കപ്പെടുമ്പോ ചില ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അത് പ്രവേശിക്കുകയില്ല, അവർക്ക് അതിനോട് റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം എന്താ? അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു ആവരണമാണ്, അവർക്ക് ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്, മനഃശാസ്ത്രപരമായ ഒരു മാർഗതടസ്സം അവരുടെ മുന്നിൽ വന്നുപെടുകയാണ്. അവർക്ക് അത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ല. അതിന് അവർ യോഗ്യരല്ലാതെയായി മാറിയിട്ടുണ്ട് എന്നതാണ് കാരണം. വഫി ആദാനിഹിം വഖ്റ, അവരുടെ കാതുകൾക്ക് ബധിരതയാണ്. അവരുടെ കാതുകളില് ശബ്ദം അവരുടെ കർണപുടത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന് തടസ്സമായ ഒരു കട്ടിപ്പാണ് അവരുടെ കാതുകളിലുള്ളത്. അങ്ങോട്ടൊന്നും കേറൂല, ആ വിധത്തില് അടച്ചിട്ടതായി മാറിയിരിക്കും. ഇത് പറയുമ്പോ അവരുടെ കാതുകളെ ഒരു ENT ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയി പരിശോധിച്ചത് കൊണ്ട് കാര്യമുണ്ടോ എന്നൊന്നും ആരും ആലോചിക്കേണ്ട. കാതുകളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഈയമുരുക്കി ഒഴിച്ച അവസ്ഥയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കിയ പോലെയോ ഒന്നും നമുക്ക് ഫിസിക്കലായി കഴിയുകയില്ല. ഇതൊരു മാനസികമായ അവസ്ഥ. സ്വാഭാവികമായ സത്യസന്ധമായ അന്വേഷണം മനസ്സില് പ്രവർത്തനക്ഷമമാക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന ആളുകള് സ്വാഭാവികമായി വന്നു ചേരുന്ന ഒരവസ്ഥയാണ് ഹക്ക് കാണാൻ കഴിയാത്ത വിധത്തില് അവരുടെ കാതുകൾ അടഞ്ഞു പോവുക, ഹൃദയം പ്രവർത്തനരഹിതമാവുക എന്ന് പറയുന്ന സംഗതി. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുന്നത് വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആൻ, പ്രവാചകരെ താങ്കൾ ഈ ഖുർആനിൽ താങ്കളുടെ നാഥനെ വഹദഹു മാത്രമായിട്ട് അനുസ്മരിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹദഹു, പ്രവാചകരെ താങ്കൾ താങ്കളുടെ ഏകനായ റബ്ബിനെ ഈ ഖുർആനിൽ പരാമർശിക്കുകയോ അനുസ്മരിക്കുകയോ ചെയ്താൽ വല്ലൗ അലാ അദ്ബാരിഹിം നുഫൂറ, അവരൊക്കെയും തന്നെ നീരസത്തോടുകൂടി വെറുപ്പ് കാണിച്ചുകൊണ്ട് അവരുടെ പുറകിലോട്ട് തിരിഞ്ഞു പോയി കളയും. ഈ ആളുകൾ അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല അബദ്ധ ദൈവങ്ങളുമുണ്ട്. ചില ബാത്തിലായ ആരാധ്യന്മാരെ അവര് കൊണ്ടു നടക്കുന്നുണ്ട്. ആ ആരാധ്യന്മാർക്ക് ഈ ഖുർആനിൽ ഇടം നൽകപ്പെട്ടില്ല, അള്ളാഹുവിന് മാത്രമാണ് ഇടം നൽകപ്പെട്ടിരിക്കുന്നത് എന്നത് കാണുന്നത് അവരിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നു. അവര് തിരിഞ്ഞു പോയി കളയുന്നു. ഈ ഖുർആൻ ഏതെങ്കിലും ചപലമായ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല. ഈ ഖുർആൻ മനുഷ്യരാശിയെ സത്യം പഠിപ്പിക്കുന്നതിനും സത്യമാർഗത്തിലേക്ക് അവരെ വഴി നടത്തുന്നതിനും വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ്. മനുഷ്യർ ഓരോ കാലഘട്ടത്തിലും അവരുടെ ചില ചാപല്യങ്ങളായിട്ട് ചില മേലാളന്മാരെയും ആൾദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ചില അടിസ്ഥാനരഹിതമായ ദൈവങ്ങളെയും ഒക്കെ കൊണ്ടു നടക്കുന്നുണ്ടാവും. അത്തരം മനുഷ്യ ധാരണകളെ അവ അബദ്ധങ്ങളാണ് എന്ന കാരണത്താൽ തന്നെ അവയ്ക്ക് യാതൊരു പരിഗണനയും ഈ ഖുർആൻ കൊടുത്തിട്ടുണ്ടാവില്ല. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായതാണ് മനുഷ്യര് തലയിലേറ്റി നടക്കുന്ന ഇത്തരം വിഗ്രഹങ്ങളും ആൾദൈവങ്ങളും ആശയങ്ങളും ആദർശങ്ങളും ജീവിത വ്യവസ്ഥകളൊക്കെ തന്നെ. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധനയ്ക്ക് പോലും വിധേയമാക്കാതെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആദർശങ്ങളും ആശയങ്ങളും ഉണ്ട്.
ഒരല്പം യുക്തിബോധത്തോടുകൂടി അവയെ സമീപിക്കുകയോ അവയെ പരിശോധിക്കുകയോ ചെയ്താൽ അവയൊന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള പൂർണ്ണമായ സ്വീകാര്യത അർഹിക്കുന്നതല്ല എന്നത് ഏവർക്കും ബോധ്യപ്പെടും. നമ്മളിപ്പോ എല്ലാം പോസ്റ്റ് ചേർത്തുകൊണ്ട് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഡേണിസത്തിന് ശേഷം പോസ്റ്റ് മോഡേണിസം, ട്രൂത്ത് എക്സ്പ്ലോർ ചെയ്തിരുന്ന ആ കാലം പിന്നിട്ടു. ഇപ്പൊ പോസ്റ്റ് ട്രൂത്തിന്റെ കാലമാണ്. സത്യമൊക്കെ മരിച്ചുപോയി എന്ന് കരുതുന്ന കാലം. സെക്യുലറിസം ഇപ്പൊ പോസ്റ്റ് സെക്യുലറിസവും അതുപോലെ ഡെമോക്രസി പോസ്റ്റ് ഡെമോക്രസി ഒക്കെ ആയിട്ട് പരിവർത്തിതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടൊക്കെ വീണുടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും മനുഷ്യനുണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളാണ് എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അള്ളാഹു ഇവിടെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ പാരായണം ചെയ്ത് മക്കയിലെ ആളുകളെ കേൾപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏകനായ റബ്ബിനെ ഈ ഖുർആന്റെ ആയാത്തുകള് ഓർമ്മിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തുകളില് ഏകനായ റബ്ബിനെ പരാമർശിക്കുന്നത് ആവർത്തിച്ച് കേൾക്കാൻ സാധിക്കും. ഇവിടെ എവിടെയും അദ്ദേഹത്തിന്റെ അഭിസംബോധിതരായ സമൂഹം പൂജിച്ച് തലയിലേറ്റി കൊണ്ടു നടക്കുന്ന വിഗ്രഹങ്ങള് ആ വിധത്തിൽ പരാമർശിക്കപ്പെടുന്നത് അവർ കാണുന്നില്ല. അത് കാണാതിരിക്കുമ്പോ അത് അവരെ പ്രകോപിതരാക്കുന്നു, അവർ നീരസത്തോടുകൂടി തിരിഞ്ഞു പോയി കളയുന്നു എന്നതാണ്. നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിലോ നമ്മള് പൂവിട്ട് പൂജിച്ചു കൊണ്ട് നടക്കുന്ന പല വിഗ്രഹങ്ങളും നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന പല ആദർശങ്ങളും ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കാണുന്നില്ല. അതിനു പകരം ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ ആ അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന പകർന്നു നൽകുന്ന ആദർശം മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കാണുന്നത്. ഇതില് പ്രകോപിതരാവുന്ന ആളുകളുണ്ട്. ഖുർആൻ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് പറയുന്നില്ല, അത് പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനോട് നീരസം കാണിച്ച് പൊയ്ക്കളയുന്ന ആളുകളുണ്ട്. പക്ഷെ അവര് പരിശോധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ പ്രൊമോട്ട് ചെയ്യാത്ത, ഉയർത്തിപ്പിടിക്കാത്ത, ഖുർആൻ തികവാർന്നതായിട്ട് എടുത്തു കാണിക്കാത്ത നമ്മൾ തലയിലേറ്റി നടക്കുന്ന ഈ ആദർശമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ തികവാർന്നതാണോ, സത്യസമ്പൂർണമായതാണോ, ശരിയായതാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടും അത് അബദ്ധം തന്നെയാണ് എന്നത്. നമുക്ക് അത് അംഗീകരിക്കാനുള്ള, അത് അബദ്ധമാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവമില്ലെങ്കിൽ നാളെ നമ്മെ നാണിപ്പിക്കുന്ന വിധത്തില് അടുത്ത തലമുറ അത് അബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയുന്നത് നമുക്ക് കാണേണ്ടി വരും. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ കാണാം, ഇല്ലെങ്കിൽ ചരിത്രത്തില് അങ്ങനെ ഒരു തിരസ്കാരം നമുക്ക് കാണാൻ സാധിക്കും. ഇത് മനസ്സിലാക്കാൻ നമ്മൾ പിന്നിട്ട നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഒരു 25-50 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വൈജ്ഞാനിക ബുദ്ധിപരമായ വിദ്യാഭ്യാസ രംഗത്തൊക്കെയുള്ള ആളുകള് എവല്യൂഷന്റെ, പരിണാമത്തിന്റെ വലിയ ചാമ്പ്യൻസ് ആയിട്ട് നിലക്കൊണ്ടിരുന്നത് നമുക്ക് അറിവുള്ള ഒരു കാര്യമാണ്. പരിണാമവാദമായിരുന്നു യുക്തിയുടെയും ബുദ്ധിയുടെയും സ്വാഭാവികമായി ശാസ്ത്രാന്വേഷണത്തിന്റെയും ഒക്കെ ഫലമായിട്ട് മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കാര്യം എന്നായിരുന്നു കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് അതിന്റെ യുക്തിഭദ്രത പരിശോധിക്കാൻ വേണ്ട വിധത്തിൽ പരിശ്രമിക്കാതെ അത് തലയിലേറ്റി നടന്ന ആളുകൾ ഇന്ന് കാണേണ്ടി വരുന്നത് പരിണാമവാദം ഒരുപാട് അബദ്ധങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തലമുറ അതിനെ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ്. ഇതേപോലെ അബദ്ധങ്ങളൊക്കെയും വലിച്ചെറിയപ്പെടുന്ന ഒരു കാഴ്ച നമ്മുടെ തലമുറക്കും വൈകാതെ തന്നെ കാണേണ്ടി വരും. ഇന്ന് നമ്മൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന പല അബദ്ധങ്ങളും അബദ്ധങ്ങളാണ് എന്ന് പറയാൻ
ആർജവമുള്ള ഒരു തലമുറ ഒരു പക്ഷേ വൈകാതെ തന്നെ രംഗത്ത് വന്നു എന്ന് വരും. അപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക അത് പറയാൻ ആർജവം കാണിക്കാതിരുന്ന ആ തലമുറ അങ്ങേയറ്റത്തെ ഭീരുക്കളായിരുന്നു എന്നത്. ഈ രണ്ടായത്തുകളിലായിട്ട് അള്ളാഹു മക്കയിലെ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം, മക്കയിലെ ആളുകളുടെ മനോഗതം എന്ന് പറയുന്നത് അള്ളാഹുവിനോടൊപ്പം അവരുടെ വിഗ്രഹങ്ങളെയും ആൾ ദൈവങ്ങളെയും അവരുടെ ദിവ്യന്മാരെയും ദേവതകളെയും ഒക്കെ ദിവ്യത്വമുള്ളവരായി അംഗീകരിച്ചുകൊണ്ട് ഈ ഖുർആൻ പരിഗണന നൽകേണ്ടിയിരുന്നു എന്നതാണ്. അത് നൽകപ്പെടാതെ കാണുന്നതില് പ്രകോപിതരായിക്കൊണ്ട് നീരസം കാണിച്ച് പിന്തിരിഞ്ഞു പോവുകയാണ് ഈ ആളുകള് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. പ്രവാചകരെ, ഏകനായ താങ്കളുടെ റബ്ബിനെ മാത്രം ഈ ഖുർആൻ പ്രപഞ്ചനാഥനായി പരിചയപ്പെടുത്തിക്കൊണ്ട് പരാമർശിച്ചപ്പോ ഇക്കൂട്ടര് നീരസത്തോടുകൂടി അവരുടെ പുറകേക്ക് തിരിഞ്ഞു പോയി കളയുകയാണ് എന്നത്. ഇതിന് കാരണം അവര് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാനുള്ള സൃഷ്ടിപരമായ പരിശ്രമങ്ങൾ നടത്താതിരിക്കുകയും മനുഷ്യന് സ്വാഭാവികമായി വന്നു ചേരേണ്ട ഒരു വിചാരണയുടെ നാളിനെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ഖുർആൻ പ്രയോജനകരമായി മാറാതിരുന്നത് എന്ന കാര്യമാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. 45, 46 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. വളരെ ചിന്തോദ്ദീപകമായ ഈ കാലഘട്ടത്തിന്റെ സംജ്ഞകളിൽ തന്നെ നമ്മൾ വിലയിരുത്താനും മാറ്റുരച്ച് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന വിധത്തിലുള്ള വളരെ പ്രാധാന്യമുള്ള ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള 2 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ കിതാബിന്റെ പഠനം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അവന്റെ മാർഗദർശനം ഏറ്റവും ഏറെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തില് നമുക്കൊക്കെയും തന്നെ അനുകൂലമായി സാക്ഷിയാകുന്ന ഒരു സൗഭാഗ്യകരമായ അനുഭവവും ഈ ഖുർആൻ സദസ്സിന്റെ കാരണമായിട്ട് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.